ഒക്കെ സ്വല്പം വ്യത്യാസമുള്ള നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഒരു കുഴപ്പം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിന് എന്തെങ്കിലും ചെറിയൊരു പരിഹാരം കാണണമെന്ന് ഉള്ളിൽ കരുതിയിട്ടുണ്ട്. എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് വഹിക്കാവുന്നതിലധികം സാധനങ്ങളുണ്ട്. ഇത് ഉഗ്രന ലെങ്ത് നന്നായിട്ട് ലെങ്ത് ഉണ്ട് കേട്ടോ. അതെ, അയയാണോ അഴയാണോ? അയ. ഇത് അമ്മയ്ക്ക് വളരെ അങ്ങ് പിടിച്ചു. അതും ചുമന്ന നിറം. അപ്പൊ ഞാൻ പറഞ്ഞതിനോട് അംഗീകരിച്ച് അവളും ചെറുതാ അതിന്റെ അടുത്തത്. ഇനിയാണ് സ്റ്റാർ ഓഫ് ദ പർച്ചേസ് വരാൻ പോടെ. ഇതില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് കമന്റ് ചെയ്യണേ. തുണി ഉണക്കാണല്ലോ എന്റെ ജോലി, വേറൊരു ട്രിക്കും ചെയ്യാം. പക്ഷെ അപ്പൊ ഞങ്ങള് എക്സിബിഷന്റെ ഇതിലൊക്കെ നടക്കണതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഞങ്ങള് ഏതാനും ചെറിയ 2-3 ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. ഉദ്ദേശിച്ചു പോയ സാധനം ഒരു സെറ്റായിട്ടേ കിട്ടുള്ളൂ, അതുകൊണ്ട് അത് വാങ്ങിയില്ല. അത് എന്നാ നിങ്ങളുടെ പറയാം. അതായത് കഴിഞ്ഞ വർഷം എക്സിബിഷൻ നടത്തിയപ്പോൾ ഇവിടെ 2 എണ്ണമായിട്ട് ഈ ജയ്പൂര് രാജസ്ഥാനിലെ കോഫി മഗ് വാങ്ങിച്ചായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ ചെന്നപ്പോ ആ മോഡൽ തീർന്നു പോയി അവിടെ. അപ്പൊ ഇത്തവണ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയത് അതുണ്ടെങ്കിൽ 2 എണ്ണം കൂടെ മേടിക്കാൻ, 2 എണ്ണത്തിന്റെ ആവശ്യം ഇനി ഉള്ളൂ എന്ന് കരുതിയാണ് പോയത്. പക്ഷെ അവിടെ ഈ മോഡൽ ഇല്ലെങ്കിലും ഈ പ്രിന്റ് തന്നെ ഉള്ളതുണ്ട്. കുഴയൊക്കെ സ്വല്പം വ്യത്യാസമുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഒരു കുഴപ്പം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എണ്ണം ഒരു സെറ്റായിട്ട് അവർ തരുള്ളൂ. 300 റുപ്പീസ് ഒറ്റയാന്നാ, 450 രൂപ, 450 അല്ലേ, 450. അപ്പൊ അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 എണ്ണം വേണ്ട, 2 എണ്ണം ഉണ്ട് ഓൾറെഡി, 2 എണ്ണം കൂടി ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെക്കാൻ പരിമിതമായ സൗകര്യങ്ങളെ ഉള്ളൂ എന്ന് ഞാൻ വീഡിയോയിൽ പറയാറില്ല. അപ്പൊ ക്രോക്കറിയിൽ ഒരുപാട് ഐറ്റംസ് നല്ലത് അവിടെയുണ്ട്. അതായത് ഡിഷുകള്, ഹാൻഡിലുള്ള ഇങ്ങനെ ക്രോക്കറി തവ പോലത്തെ പ്ലേറ്റ്, അത് നമുക്ക് മേശയിലൊക്കെ ഡിസ്പ്ലേ വെക്കാൻ വളരെ നല്ലതാണ്. പല പ്രാവശ്യം ആലോചിച്ചു, പക്ഷെ അതിന് നല്ലൊരു സ്പേസ് വേണം വെക്കാൻ. അതെന്താണെന്ന് വെച്ചാൽ ഹാൻഡിലും പൊട്ടിപ്പോരുതല്ലോ, ഹാൻഡിലാണ് അതിന്റെ ഭംഗി, അട്രാക്ഷൻ. അപ്പം അതുകൊണ്ട് ഞങ്ങളത് എടുത്ത് വെച്ച് തിരിച്ചവിടെ തന്നെ വെക്കുകയത്. പിന്നെ ഇഷ്ടംപോലെ പോട്ടുകളും ബൗളുകളും എല്ലാം ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് വാങ്ങിക്കാതിരുന്നത്. ഇനി അതിന് എന്തെങ്കിലും ചെറിയൊരു പരിഹാരം കാണണമെന്ന് ഉള്ളിൽ കരുതിയിട്ടുണ്ട്. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ഇച്ചിരി ഞെരുങ്ങിയ ഒരു കിച്ചൺ ആയതുകൊണ്ട് അവിടെ അധികം ഫിറ്റിങ്ങിനുള്ള സ്പേസ് ഇല്ല. അതാണ് ഒരു പ്രശ്നം. ഒരു ഷെൽഫ് ഓൾറെഡി ഉണ്ട്, അതിൽ പല സംഗതികളും വെച്ചിട്ടുണ്ട്. അപ്പം കൂടുതൽ വെക്കാനുള്ള സ്പേസ് ഇല്ല. പിന്നെ പണ്ടത്തെ മീൽസൊക്കെ വെക്കുന്ന അമ്മച്ചിയുടെ മീൽസ് ഷെൽഫ് എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വഹിക്കാവുന്നതിലധികം സാധനങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അമ്മച്ചി ഉള്ള സമയത്ത് തന്നെയുള്ള നല്ല നല്ല പാത്രങ്ങൾ ഇവിടെ ഉണ്ട്, അതൊന്നും കളയാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മളായിട്ട് മേടിച്ച പാത്രങ്ങളും ബൗളുകളും, ഇവക്കാണെങ്കിൽ കുറെ കോഫി മഗ്ഗുകൾ, മഗ്ഗ് ഇങ്ങനെയുള്ളതൊക്കെ അതിൽ തിരികെ കയറ്റി വെച്ചേക്കുക. പിന്നെ ബർത്ത് ഷെൽഫിലൊക്കെ ആയിട്ട് നല്ല പ്ലേറ്റും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം വർക്ക് ഏരിയയിൽ നോക്കിയപ്പോൾ അതിനുള്ള സ്പേസ് അവിടെ ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്നുണ്ട്. അത് കാണുവാണെങ്കിൽ നിങ്ങളെ കാണിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം വാങ്ങിക്കുന്നതിനെ പറ്റിയൊക്കെ. അതെന്നാന്ന് വെച്ചാൽ ഊണുമുറിയിൽ പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഞെരുക്കാവും, ഇവിടെയാണ് ഇച്ചിരി സ്പേസ് ഉള്ളത്. അപ്പം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, വിവരം നിങ്ങളോട് പറഞ്ഞതാ. അപ്പം നമ്മൾ എക്സിബിഷന് പോകുമ്പോൾ എന്നതാണെങ്കിലും സംഗതികളൊക്കെ കാണാമല്ലോ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടമാനം സബ്സ്ക്രൈബേഴ്സിനെ കണ്ടില്ല, കണ്ടമാനം. തിരുവാനൂരുള്ള ഒരു ഫാമിലീനെ കണ്ടു, ബ്രഹ്മപുരത്തുള്ള ഒരു ഫാമിലീനെ കണ്ടു, പിന്നെ അങ്കമാലി ബേസിൽ ആരെയോ കണ്ടു. ആരാന്ന് ഞാൻ മറന്നുപോയി കേട്ടോ, പേരെല്ലാം അന്നേരം നോട്ട് ചെയ്യാൻ പറ്റിയ സാഹചര്യം അല്ലാത്തതുകൊണ്ട് നോട്ട് ചെയ്തില്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇഡലി അവിടെ ഞാൻ കലൂരുള്ള സ്റ്റേഡിയത്തിൽ തന്നെയുള്ള അവിടെ പോയപ്പോൾ ഒരു ടീച്ചറ് പേര് പറഞ്ഞത് ഇങ്ങനെയാണ്, റിട്ടയർഡ് ടീച്ചറാണ്, ജോയ്സി എന്നാ പേര് പറഞ്ഞെന്ന് തോന്നണം അല്ലേ, അങ്ങനെ എന്തോ വിട്ടുപോയി ടീച്ചറെ, ക്ഷമിക്കണം. അതെ, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ട് സംസാരിച്ചു, പേരും എല്ലാം ഞങ്ങളോട് പറഞ്ഞതാണ്. കലൂര് തന്നെ താമസിക്കണേന്ന് പറഞ്ഞു, റിട്ടയർഡ് ടീച്ചറാണ്, സിസ്റ്റേഴ്സുമായിട്ട് ഷോപ്പിങ്ങിനും ഇതൊക്കെ കാണാനും ഒക്കെ ആയിട്ട് വന്നു. അപ്പം ഞങ്ങൾ കോഫി അവിടെ വെച്ച് അവരെ കണ്ടുമുട്ടി കുറേ സംസാരിച്ചായിരുന്നു. അപ്പം മറ്റുള്ളവരും നന്നായിട്ട് ഓടി വന്ന് സംസാരിച്ചെങ്കിലും പേരൊക്കെ വിട്ടുപോയി, അതുകൊണ്ട് പേര് പറയാൻ പറ്റില്ല. ഇവരിവിടെ ഇരുന്ന് നമ്മൾ കുറച്ചു നേരം ചെലവഴിച്ച കാരണം അവരുടെ പേര് മെമ്മറിയിൽ നിൽക്കണ്ട. ഈ പേരാന്ന് എനിക്ക് തോന്നണത്. എന്തായാലും അങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോൾ അവർ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ സന്തോഷം.
അപ്പം നമ്മൾ 1-2 ഐറ്റം അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. മേടിച്ച് തന്നെ സംഗതി എന്തിനാ മേടിച്ചതെന്ന് ഇവിടെ എന്നോട് വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, അതായത് റണ്ണറ. അപ്പം ഞാൻ പറഞ്ഞു ഇത് കാണുമ്പോൾ എനിക്കൊരു വീക്ക്നെസ്സാണ്, അതിങ്ങനെ മാറി മാറി വിരിക്കാം. നമ്മൾ മേശയിൽ ഇരുന്ന് കഴിപ്പില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ നമുക്ക് വിരിക്കാമല്ലോ. ഓണത്തിന് തന്നെ വിരിക്കാം. ഓണത്തിന് വിരിക്കാം. ഓണസദ്യക്ക് ഇത് തന്നെ അങ്ങ് ആവട്ടെ. അപ്പൊ ആദ്യം നിങ്ങളെ അത് തന്നെ അങ്ങ് കാണിക്കാം. ഇന്നാള് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോഴേ ഇലയുടെ ഷേപ്പിൽ തന്നെയുള്ള റണ്ണർ, ഇലയില്ലേ ആ ഷേപ്പിലുള്ള റണ്ണർ. അപ്പൊ അത് 2 അറ്റമാണോ ഇലയുടെ ഇതുപോലെ? അല്ല, ഫുൾ ഇല ജോയിൻ ചെയ്തില്ലേ? അത് കൊള്ളാം അല്ലേ? അത് ലെങ്ത് ഉണ്ടോ? ലെങ്ത് ഉണ്ടല്ലേ? റണ്ണർ വേറൊരു അവസരത്തിൽ മേടിക്കാം. ഇപ്പൊ കുറെ റണ്ണർ ഉണ്ട് ഓൾറെഡി. ഇവിടെ പറഞ്ഞ പോലെ റണ്ണറുകൾ കുറെ ഉണ്ട് ഇവിടെ. ഇത് ഉഗ്രന. ലെങ്ത് നന്നായിട്ട് ലെങ്ത് ഉണ്ട് കേട്ടോ. ആ ഒരു സ്മെല്ല്, കോട്ടന്റെ ഒക്കെ എക്സിബിഷന്റെ സ്മെല്ല് ഇതിന്. മെഷീൽ അതും ഇരിക്കണോണ്ടാ ലെങ്ത് കറക്റ്റ്. അതെ അങ്ങോട്ടുണ്ട് ലെങ്ത് ഉണ്ട്. ഞാൻ വെച്ച് നോക്കിയായിരുന്നു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ. അത് ടേബിള് സെറ്റ് ചെയ്യുമ്പോ കാണിക്കാം കേട്ടോ. ഇത് മറുവശ, രണ്ടും വലിയ നല്ല വശം. അവിടെ ഒരു പിന്നെ അവര് ടീപ്പോട്ടല്ല, ചായ കോഫി മഗ് വെക്കാൻ പറ്റിയ സിംഗിൾ ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ അവരോട് മേടിച്ചത് 480 കേട്ടോ. അതെ, അവര് ചെറിയൊരു ഡിസ്കൗണ്ട് തന്നതാണ്. കാരണം അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. ഈ കോഫി മഗ് വെക്കുന്ന സിംഗിൾ ആയിട്ടുള്ളതിന് നല്ല റേറ്റാ അവര് പറഞ്ഞത്. ഞാൻ മറന്നുപോയി എത്രയാ പറഞ്ഞത്. നല്ല റേറ്റാ പറഞ്ഞത്. പക്ഷെ ആ റേറ്റിന് വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ. അല്ല, അതിന് 50 രൂപയുള്ളൂ. 50 രൂപ അധികം. ഒരു കോഫി മഗ് വെക്കുന്നതിന് 50 രൂപ അധികം. അതുകൊണ്ട് ഞാൻ ഈ കളറുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തൽക്കാലം വേണ്ടാന്ന് വെച്ച് പോകുന്നതാ. ഞങ്ങൾ ഈ ഊണ് കഴിക്കുമ്പോഴാണല്ലോ കൂടുതലും കറികളൊക്കെ എടുത്ത് വെക്കാൻ. അപ്പൊ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ കൊണ്ടുവന്നപ്പോഴും എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടോ. അവിടെ വെച്ച് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് നോക്കിയപ്പോ എന്നാന്ന് വെച്ചാൽ നല്ല ലെങ്ത് ഉണ്ട്. ടേബിൾ കംപ്ലീറ്റ് കവർ ചെയ്ത് നിൽക്കും. ഒരു ദിവസം വിരിച്ച് കാണിക്കാം. ഇത് എങ്ങനെ ഇത്രയും കറക്റ്റ് ആയിരിക്കും അമ്മയ്ക്ക് മനസ്സിലായി? അല്ല, അവിടെ ഉള്ളതിൽ ഞാൻ നീ അല്ലേ ആദ്യം ബ്ലൂ കളർ കണ്ടതാ. അപ്പൊ ലെങ്ത് നോക്കിയപ്പോ ഞാൻ അവരോട് പറഞ്ഞു ഏറ്റവും ലെങ്ത് കൂടിയത് ഇങ്ങനെ എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ലെങ്ത് കൂടിയതാകുമ്പോ എന്തായാലും ഇതിൽ കവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നി. കുറഞ്ഞതാകുമ്പോ മുക്കാൽ ഇതിലൊക്കെ നിൽക്കും. മുക്കാൽ ഇതിൽ നിന്നാലും കുഴപ്പമില്ല. കാരണം ഇവിടെ ടേബിൾ മാറ്റ് വെച്ച് പ്ലേറ്റ് വെച്ച് ഭക്ഷണം കഴിക്കാമല്ലോ. ഫുള്ളുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പൊ ഫുള്ളുള്ളത് തന്നെ അങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയുക. നല്ല രസമുണ്ട്. അങ്ങനെ നിൽക്കോ, എല്ലാം ഒരുപോലെ തന്നെ ഡിസൈൻ. മതി. അടുത്ത സാധനം ഞങ്ങൾ മേടിച്ചത് ഒരു അയ കെട്ടണ സംഗതി കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട. അയയാണോ അഴയാണോ? അയാന്നാണോ പറയുന്നേ? അഴയെന്നല്ലാന്ന് എനിക്ക് തോന്നണത്. അഴയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല എന്നാണ് അത്. എന്തായാലും കത്രിക എടുക്കാവോ? അതിന്റെ ബാക്കിൽ പൊളിക്കുന്ന സ്ഥലം ഉണ്ടാവും. ഇല്ല, ഉണ്ടല്ലോ. ഞാൻ നോക്കിയിട്ട് അത് കണ്ടില്ല. അവള് കണ്ടുപിടിച്ചു. എന്റെ കണ്ണും മറ്റേ അത് സന്ധ്യയെ ഒട്ടും പിടിക്കൂല. എടുക്കട്ടെ. ഇത് അമ്മയ്ക്ക് വളരെ അങ്ങ് പിടിച്ചു. അത് ചുമന്ന നിറം. ചുമപ്പ് മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടാ. ഇത് ഇലാസ്റ്റിക്കാട്ടോ. ഇലാസ്റ്റിക്കാ. 6D അവര് പറഞ്ഞല്ലേ? എത്രയാന്ന് ഞാൻ മറന്നു. എന്തോ പറഞ്ഞായിരുന്നു. എന്തോ അവര് പറഞ്ഞു. ഞാൻ വീഡിയോ എടുക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോ ഒത്തിരി കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. അവര് നമ്മളോട് പറഞ്ഞത് ജനലയിലൊക്കെ ഇങ്ങനെ ഒരു ജനലും മറ്റേ ജനലും തമ്മിൽ ഇങ്ങനെ ഇത് ചെയ്യാം. പിന്നെ സെന്ററിൽ ജനലുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആണികളോ എന്തെങ്കിലും കൊളുത്തുകളോ ഉണ്ടെങ്കിൽ അതിൽ കൊളുത്തിയിടാം. എന്തിൽ വേണമെങ്കിലും ചെയ്തേ. നല്ല ലെങ്ത് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഹുക്കുകള് വാർക്ക വീടാകുമ്പോ ഹുക്കുകൾ ഉണ്ടാവൂലേ? ആ ഹുക്കുകൾ നമുക്ക് ഹുക്കുകൾ അങ്ങനെ ഇല്ല. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ജോയിൻ ചെയ്ത് മഴക്കാലത്ത് ആവശ്യം. പക്ഷെ ഇതില് ഡ്രസ്സ് ക്ലിപ്പ് ചെയ്യണായിരിക്കും. ക്ലിപ്പ് ചെയ്യണതാ പറന്നു പോവാതെ. മനസ്സിലായി. അപ്പൊ വേറൊരു കാര്യം ചെയ്യാം. ഉണ്ട്. വേറൊരു കാര്യം ചെയ്യാം. പുറത്തൊക്കെ നമുക്ക് എവിടെയെങ്കിലും പൈപ്പുകളിൽ ഇങ്ങനെ ഡ്രസ് മുകളിലൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. പഴയ സമയം ക്ലിപ്പ് ചെയ്യാം. അപ്പൊ കാറ്റത്ത് പറക്കുകയില്ല. സൗകര്യം. ഇത് ശരിക്കും ഫ്രഷ് ആയിട്ടുള്ള ടെറസ് മോൾ ഇങ്ങനെയാണെങ്കിൽ നല്ല സൗകര്യം അവിടെ ഇത് ചെയ്യാൻ. ഇപ്പൊ നമുക്കുള്ളതിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതിന് 150 അല്ലേ? അത് അതെ 150 അവര് 150 പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത് ഞാൻ എടുക്കുവാണ്. എന്ത്
റേറ്റിൽ തരൂന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 150 ഒട്ടും കുറയൂല എന്ന് പറഞ്ഞു. 150 തന്നെയാണ്. അപ്പോൾ 150 ആണ് എന്ന് പറഞ്ഞാൽ ആ കഴിഞ്ഞ വർഷം അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മളൊരു സാധനം മേടിച്ച് ഓർക്കണ്ടോ, ഫ്ലാസ്ക് ഒക്കെ കഴുകണം, കുപ്പിയൊക്കെ കഴുകണം. അത് ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ, വളരെ നല്ല സാധനമാണ്. അപ്പൊ ഇത് 2 സ്റ്റോളിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ സാധനം ഞങ്ങൾ നേരത്തെ മേടിച്ചപ്പോൾ അതിന് ഒരു കുഴപ്പമില്ല, നല്ല ഇതായിരുന്നുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ എടുത്തേട്ടോ. വീഡിയോയിലുണ്ട് കേട്ടോ, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ അയക്കാം. ഇതാണ് സംഭവം. പല കളറുകളും ഉണ്ട്. അമ്മയ്ക്ക് ചുമപ്പ് തന്നെ വേണം അത്ര. ഞാൻ ചുമപ്പ് മതി എന്ന് പറഞ്ഞിട്ടാ. പല കളറുകളും ഉണ്ട്. അയ കെട്ടിക്കഴിയുമ്പോ നമുക്ക് കാണാം. അപ്പൊ വേണമെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഒന്ന് കാണിക്കാം അവിടെ, എന്നിട്ട് ഊരി എടുക്കാം. കഴിഞ്ഞിട്ട് കാണാം. അല്ല വേണ്ട, ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. നേരെ നടക്കുമ്പോ അപ്പയ്ക്ക് തലമുട്ടും. ഇനി നമുക്ക് കാണിക്കാനുള്ളത് കുറേ സ്റ്റോണിന്റെയും ഇതിന്റെയൊക്കെ ആയിട്ടുള്ള മാലകളും കമ്മലുകളും ഒക്കെ ഇഷ്ടംപോലെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഒരെണ്ണം എടുത്തപ്പോ ഞാൻ പറഞ്ഞിടി അതിന്റെ വലുത് അത്ര ഭംഗിയില്ല. രണ്ടും വെച്ച് നോക്കി. ഇത്തവണ അവിടെ മിററില്ല അല്ലേ? കഴിഞ്ഞ സാൻഡ് സ്റ്റോൺ മേടിച്ചപ്പോ മിറർ ഉണ്ടായിരുന്നു. അപ്പൊ മിററിൽ വെച്ച് അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കിയേച്ച് മൊബൈലില് നോക്കി ഇവള് സെലക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ഇതില് അവളും അപ്പൊ ഞാൻ പറഞ്ഞതിനോട് അംഗീകരിച്ച് അവളും ചെറുതാ അതിന്റെ അടുത്തത്. റൗണ്ട് എനിക്ക് ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് മഴത്തുള്ളി പോലെ ഒരു ഷേപ്പ്. ഗോതമ്പല്ല. വേണമെങ്കിൽ പറയാം. വീറ്റ് ഷേപ്പാണ്. പക്ഷെ തീരെ ലോക്കലും അല്ല കേട്ടോ. അല്ല, ഇതിന് നമ്മൾ കൊടുത്ത റേറ്റ് 180 ആട്ടോ. കാണിക്കാം. ഡേ മാല, നല്ല മാല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഇത് GPay ചെയ്തെന്ന് തോന്നുന്നല്ലേ. ഇനിയാണ് സ്റ്റാർ ഓഫ് ദ പർച്ചേസ് വരാൻ പോണെ. ഇത് കഴിഞ്ഞ വർഷവും ഉണ്ടാക്കിയില്ല. എല്ലാ വർഷവും ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ചക്ക വരട്ടി. അതെ, ചക്ക വരട്ടോ അലുവ പോലെ രീതിയിൽ കട്ട് ചെയ്തെടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടാക്കിയില്ല, കാരണം മതിലിന്റെ പണിയും പരിപാടി ആയതുകൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഈസ്റ്റർ കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞില്ലല്ലോ, ചെയ്തില്ല. ആ സീസണിലല്ലേ ചക്ക ഉണ്ടാവണം. ഈ വർഷം 2 ചക്ക എടുത്ത് ഉരിഞ്ഞ് പതുക്കെ ഇതൊക്കെ വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചതാണ്. പക്ഷേ ഈ നിന്നിളക്കാനുള്ള ബുദ്ധിമുട്ടും കൈക്കും കാലിനും ഒക്കെ അത് ഇളക്കി കഴിഞ്ഞാൽ പ്രശ്നമായതുകൊണ്ട് ഞാൻ അതിലേക്ക് നോക്കിയില്ല. അപ്പം അവിടെ ചെന്നപ്പോൾ മാംഗോ ഫെസ്റ്റിന് പോയപ്പോൾ കണ്ടതാണ്. നമ്മൾ മേടിക്കേണ്ട ഇവിടെ ഉണ്ടാക്കാനും പറഞ്ഞു പോന്നു. അപ്പം ഇതിന് ചെന്നപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു ഉണ്ടാക്കലൊന്നും നടക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സാമ്പിളായിട്ട് 250 ഗ്രാം അല്ലേ, 250 ഗ്രാമിൻ്റെ 1/4 കിലോ മേടിച്ചത്. ഇതിന് 160 ആണ് റേറ്റ്. ഈ ബോക്സിന്റെ റേറ്റ് കേട്ടോ. അത് കൊണ്ടുവന്ന് ചാലക്കുടി ആ ഭാഗത്തു നിന്നെങ്ങാണ്ടാണ് നമ്മളൊക്കെ ഉണ്ടാക്കണേ. അതേ ടേസ്റ്റ് തന്നെയാണ് ഇത്. അതേ ഞങ്ങൾ നെയ്യുടെ രുചിയുണ്ട്, അതുകൊണ്ടാണ് നമുക്കത് പറയാൻ കാര്യം. ഇത് പ്രൊമോഷൻ അല്ല കേട്ടോ, പൈസ കൊടുത്തതാണ്. ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടായിരുന്നു, ഞങ്ങൾ കഴിച്ചിത്രയാക്കിയതാട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇവളോട് പറയുമായിരുന്നു അത് എക്സിബിഷൻ കഴിയണതിന് മുമ്പ് നമുക്ക് ഒരു ബോക്സും കൂടെ മേടിക്കാം, കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയുണ്ട് ഇത്. അതെ, അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സാധനം ആയതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞതാട്ടോ, ഷെയർ ചെയ്തതാ. നല്ല സ്മെല്ലുണ്ട്. ഇതാണ് നല്ല ഇൻഗ്രീഡിയൻസിലും ഒക്കെ ഗീ ആണ് കൊടുത്തിരിക്കുന്നത്. അല്ല, ഗീയുടെ ടേസ്റ്റ് ഉണ്ട്. ഉണ്ണിയപ്പം അടയൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടല്ലേ. പുള്ളി ഏതാണ്ടൊക്കെ കുറെ അതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു, ഞങ്ങളെ മറന്നുപോയി കേട്ടോ. വീഡിയോയിൽ കുറെയൊക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മള് അവിടെ നിന്ന് മേടിച്ചത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഐറ്റംസ്. ഇതില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് കമന്റ് ചെയ്യണേ. അമ്മയ്ക്ക് ഏതാ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്ക് തോന്നി. പിന്നെയോ തുണി ഉണക്കാണല്ലോ എന്റെ ജോലി. എല്ലാം ഇഷ്ടം. മാല ലാസ്റ്റ് അങ്ങനെയുള്ള ഇതിനോട് എനിക്ക് അത്രയ്ക്ക്. ഈ മാല അമ്മയ്ക്ക് ഏതെങ്കിലും പ്ലെയിൻ സാരിയുടെ കൂടെ ഇതിട്ടിട്ട് പോവാൻ നല്ലതായിരിക്കും. പിന്നെ അത് തന്നെയല്ല, നീ കുറെ മേടിച്ചിട്ടുണ്ടല്ലോ, കോറല് മേടിച്ചിട്ടുണ്ട്, പേളും ഗ്രീനും എന്നാണ് മുത്ത് മേടിച്ച്, അത് ഇതുവരെ ഇട്ടില്ല. പിന്നെ സാൻഡ് സ്റ്റോൺ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ തന്നെ ട്രാവലിംഗ് മിക്കവാറും അങ്ങനെയല്ലേ ഇട്ടുകൊണ്ട് പോകാറ്. അപ്പം അങ്ങനെയൊക്കെയാണ്. നമുക്കൊന്ന് ഉദ്ഘാടനം ചെയ്ത് കാണിക്കാം. ഞങ്ങൾ കോർത്തിട്ടേച്ച് അത് അഴിച്ചെടുക്കും കേട്ടോ, കാരണം ഊരിഞ്ഞെടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വർക്ക് ഏരിയയിൽ എപ്പോഴും നടക്കുമ്പോൾ ഇത് തടസ്സമാവാൻ പാടില്ല. സെൻറ്റർ ടു സെൻറ്ററാണ് നമ്മൾ ഇടണ. വെന്റിലേഷൻ അങ്ങനെയല്ലേ ജനലുകളിൽ ഇങ്ങനെ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ക്രോസ് ജനൽ ഇവിടെ ഇല്ല, അപ്പം ഇടാൻ പറ്റൂല. അപ്പം നമുക്ക് അവിടെ ഇടാം. രാത്രി സമയത്ത് നമുക്ക് സൗകര്യം. അല്ല, തുണി ഉണങ്ങാൻ രാത്രിയിൽ ഇടുക, രാവിലെ അത് ഊരുക. അപ്പം രാവിലെ ടെറസ് മുകളിൽ കൊണ്ട് വെച്ചാൽ മതി, അതിലേക്ക് ഇട്ടാൽ മതിയല്ലോ. അപ്പം നമുക്കൊന്ന് കാണിക്കാം.
ഇത് വലിക്കാന്ന് പറഞ്ഞാലും എനിക്കൊരു ഭയ. വലിച്ചോ കുഴപ്പമില്ല. അല്ല അങ്ങനെ നമ്മൾ വലിക്കാത്ത വേറൊരു ട്രിക്കും ചെയ്യാം. പക്ഷെ വെന്റിലേഷൻ മാത്രം ഗ്രില്ല് മാത്രമായിട്ട് തുറന്നിടൂല, ഗ്രിൽ ടു ഗ്രില്ലിടാം. പക്ഷെ അല്ല അതങ്ങനെ ഇടൂല, അങ്ങനെ പകലിടൂല. ഞാൻ ഗ്രില്ല് അടച്ചു വെച്ച് മരപ്പാളി അടയ്ക്കും. അത് അപ്പൊ പറ്റില്ല, അത് പറ്റൂല. അല്ല അങ്ങനെ ഇടണ ഇതാണെങ്കിൽ അങ്ങനെ ഇടാം. തൽക്കാലം വേണമെങ്കിലേ മാറ്റി മാറ്റിയൊക്കെ ഇടാം. സംഭവം കൊള്ളാം. എങ്ങനെയാണ് ഡിസ്പ്ലേ. അപ്പൊ ഞങ്ങൾക്ക് ജനൽ ടു ജനലൊന്നും അകത്ത് പറ്റൂല, ക്രോസ് ഇതൊന്നും അകത്ത് പിന്നെ അങ്ങനെ ഇടാൻ അത്ര ഇതില്ല. വെന്റിലേഷൻ്റെ ഇങ്ങനെ വെന്റിലേഷൻ അല്ല, വർക്ക് ഏരിയയിൽ വെന്റിലേഷൻ ടു വെന്റിലേഷൻ ഇടാം. പക്ഷേ പകൽ സമയത്ത് പറ്റൂല, ഇതിലെ നടക്കണമുണ്ട്. സന്ധ്യ ആകുമ്പോൾ എല്ലാവരുടെയും പരിപാടികൾ തീരും ഇവിടത്തെ. പിന്നെ ഞാൻ മാത്രം ഇവിടെ കഴുകണോ പെറുക്കണമുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് മഴക്കാലത്ത് നിർബന്ധമായിട്ട് ഇവിടെ ഇടാം. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ ടെറസും മുകളിൽ കൊണ്ടുപോകണമെങ്കിൽ അവിടെയും കൊണ്ടുപോയി ഇടാം. അത് നിങ്ങളെ കാണിക്കാം. അതെ, ഞാൻ ഉദ്ദേശിച്ച സ്പേസ് ഇത് ഇങ്ങനെയായിരുന്നു, പക്ഷെ അതിൽ കൊളുത്താൻ പറ്റൂല. അത് ശരിയാ, കൊളുത്താൻ പറ്റൂല. അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നീളത്തിൽ ഇങ്ങനെ ആർക്കും ശല്യമില്ലാതെ കിടന്നേനെ. പക്ഷെ അത് പറ്റൂല. അവിടെ എന്തെങ്കിലും അതെന്തെങ്കിലും വല്ല കുഴയോ വല്ല കുഴ കയറിട്ട് കെട്ടിയാ മതി. അതെ അതെ അതെ, അതിലേക്ക് തൂക്കിയിടാം. അല്ല അല്ലെങ്കിൽ തന്നെ ഇത് അയയുടെ ഇങ്ങനെ കുടുക്ക് പോലെ ഇട്ടേച്ച് അതിൽ തൂക്കിയിടാം. അത് മതി, അതിൽ തൂക്കിയിടാം അവിടെ ഇവിടെ. അപ്പൊ ആർക്കും പിന്നെ അഴിച്ചെടുക്കണ്ട, അവിടെ കിടന്നോളും ശല്യമില്ലാതെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയൂ കേട്ടോ, എങ്ങനെയുണ്ടെന്നുള്ളത്. അതെ, ഇവിടെ ഹൈറ്റ് ഇങ്ങനെ കേട്ടോ, പകലങ്ങനെ ഇടാൻ പറ്റൂല. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ എവിടെയെങ്കിലും ഇടുവാണെങ്കിൽ നിങ്ങളെ കാണിക്കാം. അതെ, ഓക്കെ.